ഞങ്ങൾ എല്ലാവരും കൂടി ഏകകണ്ഠമായി എടുത്ത തീരുമാനം, ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനം, അതിനകത്ത് ഒരുപാട് പേർക്ക് കുറച്ചുകൂടി തീവ്രമായ അഭിപ്രായം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി. പക്ഷെ ഞങ്ങൾ ലീഡർഷിപ്പ് പറഞ്ഞ് ഇതാണ് സ്ഥിതി. എല്ലാവരും കൂടി ഏകകണ്ഠമായൊരു തീരുമാനമെടുത്തു. ഡൽഹിയിൽ നിന്ന് നമ്മുടെ ദേശീയ പാർട്ടിയാണ് പൂർണ്ണമായ അംഗീകാരം. അവരിത് പഠിച്ചു മനസ്സിലാക്കി ഈ നടപടി യുക്തമായ നടപടിയാണ് ഉടനെടുക്കാൻ അനുവാദം തന്നു. അതിനുശേഷം KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ദൗർഭാഗ്യവശാൽ അതിനുശേഷം എന്നെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്ത് എന്നെ മാത്രം ആക്രമിക്കാം. എനിക്ക് യാതൊരു വിരോധമില്ല. കാരണം ഞങ്ങളത് അന്വേഷിച്ച ആരാണെന്ന്. ഒരു 25 പേരാണ്. ആ 25 പേർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. കോൺഗ്രസിൻ്റെ ഒരു മാർച്ചിൽ പങ്കെടുത്തിട്ടില്ല. ഒരു പരിപാടിയിൽ പങ്കെടുക്കാത്ത കുറേ ആളുകൾ, വിദേശത്തും പുറത്തുള്ള കുറേ ആളുകൾ, അവരുണ്ടാക്കുന്ന ഫേക്ക് ഐഡിയകളും. അപ്പോൾ 25 പേര് ഇവരുണ്ടാക്കുന്ന ഫേക്ക് ഐഡിയയും കൂടി 100 പേര് ഇങ്ങനെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പേടിച്ചോടണം. ഇനി എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനത്തിൽ എന്നെ മാത്രമാണ് പറയുമെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ തീരുമാനം എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. ഇനി അല്ല, ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. ഞാനതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ എല്ലാ അതിനകത്ത് ഒരുപാട് അങ്ങനെ അതൃപ്തി തുറന്നു പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. അതാണ് ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ നമ്മൾ കണ്ടത്. ഏതായാലും നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്ന വലിയൊരു പ്രതികരണമുണ്ട്. പ്രതിപക്ഷ നേതാവ് വിതച്ചതാണ് ഇപ്പോൾ അദ്ദേഹം കൊയ്യുന്നതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വിമർശിക്കപ്പെട്ടത്. ഇപ്പോൾ തിയോഫിൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. തിയോഫിൻ, പല ഘട്ടങ്ങളിൽ ഈ സൈബർ സംഘങ്ങളുടെ ഈ ബുള്ളിങ്ങിനെതിരെ പ്രതിപക്ഷ നേതാവിനോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴൊക്കെ ആ സൈബർ സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് VD സതീശൻ സ്വീകരിച്ചത്. പക്ഷേ ഇതാദ്യമായിട്ട് ഈ സൈബർ ബുള്ളിങ്ങിൻ്റെ ലിഞ്ചിങ്ങിൻ്റെ ചൂട് എന്താണെന്ന് പ്രതിപക്ഷ നേതാവ് അറിയുകയാണ്. അത് സ്വന്തം പാളയത്തിൽ നിന്ന്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അതിൻ്റെ ഒരു വേദന എന്താണെന്ന്. അതിൻ്റെ ഒരു അതൃപ്തിയാണോ, ആരും പിന്തുണയ്ക്കാത്തതിൻ്റെ ഒരു നിരാശയാണോ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പങ്കുവച്ചത്? ഏതാനും ദിവസങ്ങളായി വലിയ ആക്രമണം സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പല സൈബർ ഹാൻഡിലുകളിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ നേരിടേണ്ടി വരുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൽ നിന്ന് ഇത്തരം ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് അത് വ്യക്തമായിരുന്നു. തനിക്ക് നേരെ ആക്രമണമുണ്ട് എന്ന കാര്യം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. തന്നെയുമല്ല, മറ്റൊന്നുകൂടി, താൻ നേരത്തെയും ഈ പാർട്ടിക്കുള്ളിൽ പല രീതിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. തന്നെയുമല്ല, ഇപ്പോൾ നേതൃനിരയിൽ ഇരിക്കുമ്പോൾ പോലും തനിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഒറ്റതിരിഞ്ഞ് തന്നെ ആക്രമിക്കുന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവ്. അതായത് അദ്ദേഹം പറയുന്നത് ഈ തീരുമാനം എല്ലാവരും കൂടി കൂട്ടായി ചേർന്നെടുത്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. പക്ഷേ സൈബർ ആക്രമണം വരുമ്പോൾ തനിക്കെതിരെ മാത്രമാണ് വരുന്നത്. അതിന്റെ പുറകിൽ ഒരു കേന്ദ്രീകൃത സ്വഭാവമുണ്ട്, ഒരു കേന്ദ്രത്തിൽ നിന്നാണ് അത് വരുന്നത് എന്നാണോ പറഞ്ഞു വെക്കുന്നത്? അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് വായിച്ചെടുക്കാവുന്നത് അത് തന്നെയാണ്. അതായത് ഈ തീരുമാനം ഉണ്ടായത് പ്രതിപക്ഷ നേതാവിന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല എന്നും വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് വ്യക്തമാണ്. കുറച്ചുകൂടി കടുത്ത നടപടിയിലേക്ക് പോകേണ്ട സ്ഥലത്ത്, അതായത് സതീശൻ പറയുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകണമെന്ന് ഭൂരിപക്ഷ നേതാക്കൾ അഭിപ്രായപ്പെട്ട സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടി ഒരു സസ്പെൻഷൻ നടപടിയിൽ ഒതുക്കി, അതായത് ശിക്ഷാ നടപടി കുറച്ചു എന്നത് അതിൽ ആണ് അതിൽ പ്രധാനി എന്ന രീതിയിൽ ഒരു സൂചന നമുക്ക് അതിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. കാരണം ഇതിനേക്കാൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടും തനിക്കെതിരെ മാത്രം സൈബർ ആക്രമണം വരുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, സതീശൻ പവർ ഗ്രൂപ്പ് പൊളിഞ്ഞതിന് ശേഷം സതീശനെതിരെ ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളെക്കുറിച്ച് വരികൾക്കിടയിലൂടെ പറഞ്ഞു വെക്കുകയായിരുന്നോ പ്രതിപക്ഷ നേതാവ് ചെയ്തത്? വ്യക്തമാണ് മനു. അതായത് തനിക്കെതിരെ തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നുവെന്ന് സതീശൻ പറയുമ്പോൾ തന്നെ ഇക്കാര്യം വ്യക്തമാണ്. നേരത്തെ VD സതീശൻ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തി കൊണ്ടുവന്ന ഒരു നെക്സസ് പൊളിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാണ്. തന്നെയുമല്ല, ആ സാഹചര്യത്തിൽ മറുപക്ഷത്തായി പോയ പലരും അവർ ഒരുപക്ഷെ ഈ സമയത്ത് സതീശന്റെ ഒപ്പം നിന്നവർ വീണ് കഴിഞ്ഞപ്പോൾ സതീശനെതിരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. തന്നെയുമല്ല, നേരത്തെ സതീശൻ ആസൂത്രണം ചെയ്ത പല തന്ത്രങ്ങളും പൊളിഞ്ഞിരിക്കുന്നു. തന്നെയുമല്ല, ആ സമയത്ത് അത്തരം തന്ത്രങ്ങളിൽ പരിക്കേറ്റ നിരവധി പേരുണ്ട്. അവർ ഒരുപക്ഷെ ഇപ്പോൾ ഒറ്റക്കെട്ടായിരിക്കുന്നു. തന്നെയുമല്ല, അവരെ അനുകൂലിക്കുന്ന യുവാക്കളിൽ നിന്നാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നേരിടുന്നതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും സതീശനെതിരെയുള്ള സൈബർ ആക്രമണത്തിന് ആരൊക്കെയോ അതിന് ഒത്താശ ചെയ്ത് നൽകുന്നു, അല്ലെങ്കിൽ അതിനെ മൗനാനുവാദം നൽകുന്നു എന്ന് വ്യക്തമാണ്. ഇത് തന്നെയാണ് VD സതീശന്റെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു, അത് ആര് എവിടെ നിന്ന് എന്ന് വ്യക്തമാകുന്നില്ലെങ്കിൽ കൂടി അത്തരത്തിലൊരു നീക്കം നടക്കുന്നു എന്നത് സതീശന് വ്യക്തമായിട്ടുണ്ട്. അതിന്റെ ഒരു
ഒരു വിഷമം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത് വ്യക്തവുമാണ് മനു.